ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ, നേർരേഖാചലനം. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾ മെക്കാനിക്സ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് മെക്കാനിക്സ്? യെസ്, മെക്കാനിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. ശരിയാണ്. ഈ ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ചിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് പറയാവോ? യെസ്, ഒരു വസ്തു റെസ്റ്റിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകാവുന്ന പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാമാണ് മെക്കാനിക്സ് നമ്മൾ പഠിക്കുന്നത്. മെക്കാനിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് that deals with the study of state of rest and state of motion of an object. ഈ മെക്കാനിക്സിനെ വേണ്ടി നമുക്ക് 3 സബ് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്തായിരിക്കും? റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിക്സ്. സോ ഇൻ സ്റ്റാറ്റിക്സ് ഒബ്ജെക്ട്സ് വിൽ ബി ഇൻ റെസ്റ്റ്. സോ റെസ്റ്റ് ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് അതിന്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നമ്മൾ സ്റ്റാറ്റിക്സിൽ പഠിക്കും. വാട്ട് ഇസ് മെന്റ് ബൈ ഡൈനാമിക്സ്? ഡൈനാമിക്സിൽ ലോസ് ഓഫ് മോഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ലോസ് ഓഫ് മോഷനും അതിന്റെ കാരണങ്ങളും, കോസസ് ഓഫ് മോഷൻ, ഇത് രണ്ടും നിങ്ങൾ കാണുന്നത് ഡൈനാമിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചിലാണ്. വാട്ട് അബൌട്ട് കൈനമാറ്റിക്സ്? കൈനമാറ്റിക്സിൽ അപ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നതെന്ന് പറയാമോ? ഈ ഒരു ചാപ്റ്റർ കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൽ വരുന്ന ഒരു പഠനമാണ്. എന്തായിരിക്കും കൈനമാറ്റിക്സ്? ഹിയർ ദ ഒബ്ജക്റ്റ് വിൽ ബി ഇൻ മോഷൻ. ഒരു വസ്തു ചലനാവസ്ഥയിലായിരിക്കും അല്ലെ, ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചാപ്റ്റർ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. അതുപോലെ നമ്മൾ ഇനി കാണാൻ പോകുന്ന നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഈ രണ്ട് കൺസെപ്റ്റുകളും കൈനമാറ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ അത് ഓർത്തിരിക്കണം. റെസ്റ്റ്. ഇവിടെ നിങ്ങൾക്കൊരു ഇമേജ് കാണാം അല്ലെ? ഈ ഇമേജ് നിങ്ങൾ കാണുന്ന കുട്ടിയാണ് രാഹുൽ. രാഹുലിന്റെ വീടിന്റെ മുന്നിൽ കാണുന്ന ഒരു ട്രീ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ രാഹുൽ ചെയ്യുന്ന ഒരു കാര്യമാണ് അവന്റെ വീടിൽ നിന്നും ഈ ഒരു ട്രീയിലേക്കുള്ള ഡിസ്റ്റൻസ് അവനൊന്ന് മെഷർ ചെയ്യാൻ നോക്കും. എല്ലാ ദിവസവും ഈ ഒരു ആക്ടിവിറ്റി അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും ഈ ഒരു ട്രീയുടെ പൊസിഷൻ മാറിയതായിട്ട് അവൻ കാണുന്നില്ല. എല്ലാ ദിവസവും അവന്റെ വീട്ടിൽ നിന്നും ഈ ട്രീയിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അതുപോലെ തന്നെ ഈ ട്രീയുടെ പൊസിഷൻ മാറുന്നതുമില്ല. സോ എന്താണ് രാഹുൽ മനസ്സിലാക്കുന്നത്? ഈ ട്രീ എന്ന് പറയുന്നത് റെസ്റ്റിലാണ്. സോ ഒരു വസ്തു റെസ്റ്റിലാണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അവിടെ ആ വസ്തുവിന്റെ പൊസിഷന് സമയത്തിനനുസരിച്ച് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഉണ്ടാകാൻ പാടില്ല അല്ലെ? സോ വി ക്യാൻ സേ ദാറ്റ് an object is in rest if the position of that object does not changes with time. സമയത്തിനനുസരിച്ച് യാതൊരു വിധത്തിലുള്ള മാറ്റവും ആ വസ്തുവിന്റെ പൊസിഷന് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം. Here the tree is said to be at rest. Okay. ഇനി അടുത്തൊരു ടേം നമ്മൾ കാണാൻ പോകുന്നതാണ് മോഷൻ. ഇവിടെ നിങ്ങൾക്കൊരു സൈക്ലിസ്റ്റിനെ കാണാം. ഈ സൈക്ലിസ്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ്. സോ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തു. വിത്തിൻ 1 hour, 1 മണിക്കൂർ കൊണ്ട് ഈ സൈക്ലിസ്റ്റ് ഏകദേശം ഒരു 2 കിലോമീറ്റർ ആണ് കവർ ചെയ്തെന്ന് വിചാരിക്കുക. സോ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നതാണ് ബി. സോ 1 hourല് ഈ ഒരു സൈക്കിൾ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ സൈക്കിള് എങ്ങനെയാണ്? ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ അല്ലെ? സമയത്തിനനുസരിച്ച് ഈ ഒരു സൈക്കിളിന് സ്ഥാനമാറ്റം ഉണ്ടായി, പൊസിഷന് മാറ്റമുണ്ടായി. അതുകൊണ്ട് നമുക്ക് പറയാം a cycle is in motion. So we can define that motion is the change in position of an object with time. അതുപോലെ ഈ ഒരു മോഷന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സൈക്കിൾ മൂവ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അല്ലെ? ഒരു സ്ട്രെയിറ്റ് പാത്തിലാണ് ഈ സൈക്കിൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് എന്താ പറയുന്നത്? ആ മോഷന് ഒരു പ്രത്യേക ഒരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. എന്താണത്? യെസ്, ഇറ്റ് ഈസ് റെക്റ്റിലിനിയർ മോഷൻ. If an object moves in a straight line
we can say that the object is in rectilinear motion. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച്. ഇതിന്റെ തിയറിയോ അല്ലെങ്കിൽ ന്യൂമറിക്കൽസോ ഷുവർ ആയിട്ട് നിങ്ങളുടെ എക്സാമിന് വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഡിസ്റ്റൻസ്? പാത ദൈർഘ്യം എന്ന് പറയും ഡിസ്റ്റൻസിന്. എന്താണ് ഡിസ്റ്റൻസ്? ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം ഒരു 5 കിലോമീറ്റർ ആണ് എങ്കിൽ രാവിലെ നിങ്ങൾ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്, തിരിച്ച് വൈകുന്നേരവും വീട്ടിലേക്ക് വരുമ്പോൾ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം മൊത്തം നിങ്ങൾ എത്ര കിലോമീറ്റർ ആണ് ട്രാവൽ ചെയ്യുന്നത്? 10 കിലോമീറ്റേഴ്സ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ സ്റ്റുഡന്റ് in a day is 10 kilometer. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് തിരിച്ച് സ്കൂളിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ 10 കിലോമീറ്റേഴ്സ് നിങ്ങൾ ട്രാവൽ ചെയ്യും. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട്. മൊത്തം എന്തുമാത്രം പാത്താണ് അത് ട്രാവൽ ചെയ്ത്, എത്ര ലെങ്ത് പാത്ത് ട്രാവൽ ചെയ്തു, അതാണ് പാത ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ രാവിലെ 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു, വൈകുന്നേരം 5 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ് കവർ ചെയ്തിരിക്കുന്നത്? 10 കിലോമീറ്റേഴ്സ് ആണ്. അത് ക്ലിയർ അല്ലേ? യെസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റിന്റെ മലയാളം വാക്കാണ് സ്ഥാനാന്തരം. എന്താണ് സ്ഥാനാന്തരം? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇത്? എന്താണെന്നൊന്ന് പറയാവോ? യെസ്, the shortest distance between initial and final position. ഉദാഹരണത്തിന് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ തന്നെ യാത്ര കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെത്തിയാൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അതായത് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും ഒരു ഒബ്ജക്റ്റ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് കവേഴ്സ് 5 കിലോമീറ്റേഴ്സ്. ബി എന്ന പോയിന്റിലെത്തി. തിരിച്ച് ബിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ആഫ്റ്റർ കവറിംഗ് ദിസ് 5 കിലോമീറ്റർ ബിയിലെത്തി അല്ലെ? തിരിച്ചിന് ബിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? ട്രാവൽ ചെയ്ത് ഫൈനൽ പോയിന്റ് എയിൽ തന്നെ എത്തി. ഓക്കെ, ഇപ്പോ ആ ആളെവിടെ എത്തി? എ എന്ന് പറഞ്ഞ പോയിന്റ് തിരിച്ചെത്തി. യാത്ര തുടങ്ങിയ അതേ പോയിന്റിൽ തന്നെ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തി. അപ്പൊ ഇനീഷ്യൽ പൊസിഷൻ ആയിരുന്നു എ അല്ലെ? ബി വരെ എത്തിയതിനു ശേഷം തിരിച്ച് എന്ത് ചെയ്തു? ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് തിരിച്ച് വീണ്ടും അതേ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ആ ഒരു വസ്തു എത്തിയാൽ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഹിയർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 0 ബിക്കോസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ എന്ന് പറയുന്ന പൊസിഷൻസ് രണ്ടും ഈക്വൽ ആണ്. അങ്ങോട്ട് 5 കിലോമീറ്റേഴ്സ് പോയി, തിരിച്ച് ഇങ്ങോട്ട് 5 കിലോമീറ്റേഴ്സ് തന്നെയാണ് വന്നത്. സോ 5 minus 5, സോ ദ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0. ഡിസ്റ്റൻസ് എപ്പോഴെങ്കിലും 0 ആവോ? ഇല്ല, ഒരിക്കലും ഡിസ്റ്റൻസിന് 0 എന്നുള്ള ഒരു വാല്യൂ കിട്ടില്ല. ഒരു വസ്തു ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാൽ അല്ലെ, ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതൊരു പോസിറ്റീവായ നമ്പർ മാത്രമായിരിക്കും. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ഹിയർ യു ക്യാൻ സീ എ ബോയ്. ഒരു ബോയ് അവന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അവിടെ നിന്നും അവന് എത്തേണ്ട ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞ ട്രീ ആണ്. ഇതാണ് അവന്റെ ഫൈനൽ പോയിന്റ്. അവൻ നേരെ അങ്ങോട്ട് ട്രീയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, പകരം എന്താണ്? ഈ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് പോകുന്നു. അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് അവനെയും കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സി എന്ന് പറഞ്ഞ ഫൈനൽ പോയിന്റിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് എങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ആദ്യം ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനുശേഷം ബിയിൽ നിന്നാണ് അവന്റെ ഫൈനൽ പോയിന്റ് ആയിട്ടുള്ള സിയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ? സോ ഹിയർ എ ഇസ് ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് സി ഇസ് ദ ഫൈനൽ പൊസിഷൻ. അത് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോയ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും ഒന്ന് പറയാമോ? വാട്ട് വിൽ ബി ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ് ബോയ്? അവൻ എന്ത് ചെയ്തു? ഫ്രണ്ടിന്റെ വീട് വരെ 4 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. വീണ്ടും അവിടെ നിന്ന് 3 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അവന്റെ ഫൈനൽ പോയിന്റിൽ എത്തിയത്. സോ ടോട്ടൽ അവൻ എന്ത് ചെയ്തു? 4 മീറ്റേഴ്സ് പ്ലസ് 3 മീറ്റർ, അങ്ങനെ ടോട്ടൽ 7 മീറ്റേഴ്സ് ആണ് എന്ത് ചെയ്തത്? ട്രാവൽ ചെയ്തത് അല്ലെ? സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ്. അതുകൊണ്ട് തന്നെ 4 + 3 ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 മീറ്റേഴ്സ് ആണ്.
ഇത് തന്നെയായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്. നമുക്കൊന്ന് നോക്കാം ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് എന്താന്ന് നമ്മൾ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ്. ഇത്രയും ഇങ്ങനെ നമ്മൾ എ എന്ന് പറഞ്ഞ എയിൽ നിന്നും ബിയിലേക്ക് പോയതിനു ശേഷം സിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എ സ്റ്റാർട്ടിംഗ് പോയിന്റും സി ഫൈനൽ പോയിന്റും അല്ലേ, അപ്പൊ അവർ തമ്മിലുള്ള ആ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം? യെസ്, എയിൽ നിന്നും ഈ കാണിച്ചിരിക്കുന്ന സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. അപ്പോ 5 meters അല്ലേ ആവുന്നുള്ളൂ. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഹിയർ? ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും തമ്മിൽ എത്ര മീറ്റേഴ്സിന്റെ ഡിഫറൻസ് ആണുള്ളത്? യെസ്, ഇറ്റ് ഈസ് 5 meter. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഹിയർ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 5 meter. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ കേസുകളിലും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവണമെന്നില്ല. പിന്നെ എന്താണ് കണ്ടീഷൻ? യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്റ്റൻസ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അത് മനസ്സിലാക്കുക. ഡിസ്പ്ലേസ്മെന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസിന്റെ വാല്യൂ ഗ്രേറ്റർ ആവാം അല്ലെങ്കിൽ ഈക്വൽ ആവാം. ഈക്വൽ ആവുന്ന കണ്ടീഷൻ എപ്പോഴാണ്? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ. ഈക്വൽ എന്ന് പറയുമ്പോൾ അതായത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ട്രാവൽ ചെയ്തത് 5 kilometers. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയാൽ ഇപ്പോ ഫൈനൽ പോയിന്റ് ബി ആണെങ്കിൽ ഡിസ്റ്റൻസും 5 meter ആയിരിക്കും, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് തന്നെയായിരിക്കും 5 kilometer ആയിരിക്കും. ഓക്കെ, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ടു ബി 5 kilometer ആണ്. അതുപോലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പാത്തും 5 kilometer ആണെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ മാത്രം ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും സെയിം വാല്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയല്ലോ. നമുക്ക് മറ്റൊരു കണ്ടീഷൻ കൂടി നോക്കാം. ഹിയർ യു ക്യാൻ സീ എ ബോയ്. അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഒ. ഒ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് ട്രാവൽ ചെയ്തേക്കുന്നത്. സോ 5 meters ആണ് ട്രാവൽ ചെയ്തത്. സോ വാട്ട് വിൽ ബി ഡിസ്റ്റൻസ് ഹിയർ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ പാത്ത് കവേർഡ് ആണ്, ടോട്ടൽ പാത്ത് കവേർഡ്, ദാറ്റ് വിൽ ബി 5 meter. സോ ഇതാണ് ബി എന്ന് പറഞ്ഞാണ് അവന്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. ട്രാവൽ ചെയ്ത് അവൻ എത്തിച്ചേരുന്ന പോയിന്റ് ബി ആണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 5 meter ആണ്. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. അതും സെയിം തന്നെ അല്ലേ, 5 meters തന്നെയാണ് അല്ലേ. സോ കണ്ടോ, ഈ ഒരു കണ്ടീഷനില് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റിനും സെയിം വാല്യൂ വന്നു. ക്ലിയർ ആണല്ലോ. ഇനി ചില കണ്ടീഷൻസിൽ ഡിസ്പ്ലേസ്മെന്റിന് നെഗറ്റീവ് വാല്യൂ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അങ്ങനെ വരുവാണെങ്കിൽ ഈ ഒരു ബോയ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇപ്പൊ ഓയിൽ നിന്നും ബിയിലേക്ക് 5 meters ആണ്. ഇനി തിരിച്ച് അവന്റെ ഫൈനൽ പോയിന്റ് നമുക്ക് സി എന്ന് കൺസിഡർ ചെയ്യാം. അതായത് അവൻ ഓയിൽ നിന്നും ബിയിലേക്ക് ട്രാവൽ ചെയ്തതിന് ശേഷം തിരിച്ച് ബിയിൽ നിന്നും സി എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്തു. ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം 2 meters ആണ്. ഓക്കെ, സോ ഇപ്പോ ഈ ബോയ് നിൽക്കുന്നത് അവന്റെ ഫൈനൽ പോയിന്റ് സി ആണ്. നോക്കിക്കേ, സോ ഹി കവേർഡ് ഓ ടു ബി then B to C. ഇപ്പോ അവന്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് C ആണ്. സോ വാട്ട് വിൽ ബി ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എത്രയായിരിക്കും? നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലേ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ഒ ബി പ്ലസ് ബി സി, ഒ ബി പ്ലസ് ബി സി. ഓയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം 5 meter അല്ലേ. സോ 5 meter പ്ലസ് ബിയിൽ നിന്നും സിയിലേക്കുള്ള ദൂരം എത്രയാണ്? 2 meters അല്ലേ. സോ ടോട്ടൽ അവൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 7 meters. ക്ലിയർ അല്ലേ? യെസ്. ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാൻ ചാൻസ് ഉള്ള ഡിസ്പ്ലേസ്മെന്റിലാണ്. അത് വെച്ച് പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു എന്താണ്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂരം നോക്കിയാൽ മതി. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് O ആയിരുന്നു. ഇപ്പോ ട്രാവൽ ചെയ്തതിനു ശേഷം നിൽക്കുന്ന ഫൈനൽ പോയിന്റ് C ആണ്. അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഓയും ഈ സിയും തമ്മിലുള്ള ദൂരം എത്രയാണ്? സോ എന്ത് ചെയ്താൽ മതി? 5ൽ നിന്നും ഈ 2 മൈനസ് ചെയ്താൽ മതി അല്ലേ. സോ വാട്ട് വി ഹാവ് ടു ഡു? 5 - 2. കാരണം ഓയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ട്രാവൽ ചെയ്തു. ദാറ്റ് ഈസ് 5 meter.
തിരിച്ചിവിടുന്ന് എന്ത് ചെയ്തു 2 മീറ്റർ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാൽ ഓയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും. സോ ആക്ച്വലി ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി 3 മീറ്റർ. അതായത് ഇപ്പോ ആ ബോയ് നിൽക്കുന്നത് 3 മീറ്റർ എന്ന് പറഞ്ഞ പോയിന്റിലാണ്, സിയിൽ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 3 മീറ്റർ. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന്റെ ഡയറക്ഷൻ മാറി അല്ലേ? ഡയറക്ഷൻ മാറി. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഡയറക്ഷൻ മാറിയാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ വരാം. ക്ലിയർ ആണല്ലോ? സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇതുപോലെ ടാബുലർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്, ഇപ്പൊ ജസ്റ്റ് പഠിച്ചുള്ളൂ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് എന്താന്ന്. അപ്പൊ എക്സാമിന് 3 മാർക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതണം എന്ന് നമുക്കൊന്ന് നോക്കാം. ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡെഫിനിഷൻസ് നമ്മൾ ആദ്യം എഴുതണം. എന്താണ് ഡിസ്റ്റൻസ് എന്ന് നമ്മളിപ്പോ പറഞ്ഞത്? യെസ്, ദ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ ദ ബോഡി അല്ലെ? അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനത്തെ ക്വാണ്ടിറ്റി ആണ്? വാട്ട് ടൈപ്പ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് ഡിസ്റ്റൻസ്? യെസ്, ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി? Yes, the physical quantity which has only magnitude, no direction. Direction ഇല്ല, magnitude മാത്രമേ ഉള്ളൂ അല്ലേ? സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് അങ്ങനെയാണോ? അല്ല. ഡിസ്പ്ലേസ്മെന്റില് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന് ഡയറക്ഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. ഡയറക്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. It has both direction and magnitude. അടുത്തൊരു പോയിന്റ്, അത് എങ്ങനത്തെ വാല്യൂസ് ആണ് വരുന്നത്? നമ്മളിപ്പോ എക്സാമ്പിൾസിൽ കണ്ടായിരുന്നു. ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് എപ്പോഴും എന്ത് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ബട്ട് വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്? ഞാൻ പറഞ്ഞു പോസിറ്റീവ് വാല്യൂ വരാം. അതുപോലെ യാത്ര തുടങ്ങിയ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ യാത്ര ചെയ്തതിന് ശേഷം ലാസ്റ്റ് തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും അല്ലെ? അതുപോലെ ഡയറക്ഷൻ കൂടി നോക്കുന്ന ചില കണ്ടീഷൻസിൽ എന്ത് സംഭവിക്കാം? അതിന് നെഗറ്റീവ് വാല്യൂ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ഈവൻ 0. ഓക്കെ, ഈ 3 കണ്ടീഷൻസും ഡിസ്പ്ലേസ്മെന്റിന് ആപ്ലിക്കബിൾ ആണ്. അടുത്തത് ഇതിന്റെ SI യൂണിറ്റ്. എന്താണ് ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ്? മീറ്റർ ആണ് അല്ലെ? സോ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഇസ് മീറ്റർ. വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ അതിൽ തന്നെയാണ് പറയുന്നത്. സോ ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും ഒരേ യൂണിറ്റ് ആണ്. രണ്ടിന്റെയും SI യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ. സ്മോൾ ലെറ്റർ m ഇസ് ദ സിംബൽ ഫോർ ദാറ്റ്. അത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ്സുകളിൽ സ്പീഡും വെലോസിറ്റി എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ 2 ടേംസ് തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിന്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻസും ഒന്ന് നോക്കാം. എന്താണ് സ്പീഡ് എന്ന് പറയുന്നത്? വേഗത അല്ലെ? വെഹിക്കിൾസിന്റെ എല്ലാം സ്പീഡ് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതാണ് പ്രവേഗം അല്ലെ? പ്രവേഗം. സ്പീഡ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? യെസ്, സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് ആ ഒരു വസ്തു നിശ്ചിത സമയത്തിനുള്ളിൽ കവർ ചെയ്തതെന്ന് അറിയണം അല്ലെ? എന്തുമാത്രം ദൂരം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഒരു വസ്തു കവർ ചെയ്തു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ വേഗത കണ്ടുപിടിക്കാനായിട്ട് എത്ര മാത്രമുള്ള ഡിസ്റ്റൻസ് ആണ്, പാത ദൈർഘ്യം എത്രയാന്ന് നമുക്ക് അറിയണം. അതുപോലെ ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എത്ര ടൈം എടുത്തു. സോ സ്പീഡ് ക്യാൻ ബി ടേംഡ് ആസ് ഡിസ്റ്റൻസ് ബൈ ടൈം. നമുക്ക് എന്ത് പറയാം? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. ഡിസ്റ്റൻസ് ബൈ ടൈം. ഓക്കെ, അതാണ് നമ്മളുടെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. വാട്ട് അബൌട്ട് ഡിസ്പ്ലേസ്മെന്റ്? വാട്ട് അബൌട്ട് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ യൂണിറ്റ് ടൈം ആണ്. അവിടെ ഡിസ്റ്റൻസ് അല്ല, പകരം സമയത്തിനനുസരിച്ച് എന്തുമാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഡയറക്ഷൻ കൂടി നമ്മൾ നോക്കുമ്പോഴാണ് സമയത്തിനനുസരിച്ച് ഡയറക്ഷനുള്ള മാറ്റം കൂടി നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ? സോ ഡിസ്പ്ലേസ്മെന്റ് സമയത്തിനനുസരിച്ച് മാറുമ്പോഴാണ് വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് വെലോസിറ്റി എങ്ങനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാം?
velocity is equal to displacement by time. It is displacement by time. Clear ആണല്ലോ? സോ ടൈമിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടും. ടൈമിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? വെലോസിറ്റി ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നു. ഇനി സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്റ്റൻസും ടൈമും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്ത് തന്നെയാണ്? സ്കെയിലർ ആണ്. സോ സ്പീഡ് ഇസ് ഓൾസോ എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ്, പക്ഷെ നമുക്ക് ആ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണ്ട. But what about velocity? Velocity is a vector quantity. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോരാ, ആ ഡയറക്ഷനും ഇമ്പോർട്ടന്റ് ആണ്, സ്പെസിഫൈഡ് ആണ്. സോ വെലോസിറ്റി ഇസ് സെഡ് ടു ബി എ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഇതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാം ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത് മീറ്ററിലാണ് അല്ലെ, ടൈം മെഷർ ചെയ്ത് സെക്കൻഡിലാണ്. സോ വാട്ട് വിൽ ബി ദ യൂണിറ്റ് ഓഫ് സ്പീഡ്? യെസ്, SI unit of speed is meter per second. നമുക്കിതിനെ ms raised to -1 എന്നും ഡിനോട്ട് ചെയ്യാം. വെലോസിറ്റിയും അതുപോലെ തന്നെയാണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് തന്നെ വെലോസിറ്റിക്കും എന്ത് തന്നെയാണ്? സ്പീഡിന്റെ അതേ യൂണിറ്റ് ആണ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റിയും സ്പീഡും, പ്രവേഗവും വേഗതയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ അതിന്റെ ഇക്വേഷൻസ് പഠിക്കണം. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് എക്സാമിന് വരും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂണിഫോം സ്പീഡിനെ കുറിച്ചും യൂണിഫോം വെലോസിറ്റിയെ കുറിച്ചാണ്. എന്താണ് യൂണിഫോം സ്പീഡ്? ഏകീകൃത വേഗത. നമ്മൾ ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രക്കിനെ സങ്കല്പിക്കുക. ഓക്കെ, ടൈമിനനുസരിച്ച് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ആ ട്രക്ക് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം സ്പീഡ്. അതായത് ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, അതായത് ആദ്യത്തെ 2 മിനിറ്റിൽ ഒരു 10 മീറ്റർ കവർ ചെയ്താൽ രണ്ടാമത്തെ അതേ ടൈം ഇന്റർവൽ എന്ത് ചെയ്യണം? സെയിം ഡിസ്റ്റൻസ് തന്നെ കവർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ബോഡി യൂണിഫോം സ്പീഡിലാണ് എന്ന് പറയാം. ഓക്കെ, അടുത്ത നമ്മൾ കാണാൻ പോകുന്നതാണ് യൂണിഫോം വെലോസിറ്റി, അതായത് ഏകീകൃത പ്രവേഗം. ഇവിടെ ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാവണമെങ്കിൽ ഈക്വൽ ടൈം ഇന്റർവെലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കവർ ചെയ്യുന്നത് അല്ലെ. ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ടൈം ഇന്റർവെൽ കവർ ചെയ്യുന്നത്, നമുക്ക് എന്ത് പറയാം? യൂണിഫോം സ്പീഡ് ആണെന്ന് പറയാം. And if a body has uniform velocity, equal displacement will be covered in equal interval of time. Equal displacement ആണ് equal time interval കവർ ചെയ്യുന്നതെങ്കിൽ it will be uniform velocity. Clear ആയില്ലേ കൺസെപ്റ്റ്? ഇനി നമുക്ക് ഈ യൂണിഫോം വെലോസിറ്റിയെ യൂണിഫോം സ്പീഡിനെ പെർട്ടിക്കുലർ ഡയറക്ഷൻ എന്നും പറയാം. കാരണം എന്താണ്? ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഈ യൂണിഫോം വെലോസിറ്റിക്ക് യൂണിഫോം സ്പീഡിന്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും അല്ലെ. സോ യൂണിഫോം സ്പീഡ് വിത്ത് എ സ്പെസിഫിക് ഡയറക്ഷൻ, അതാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി യൂണിഫോം വെലോസിറ്റിയെ നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന ടേം വെച്ചും പറയാറുണ്ട്. പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡയറക്ഷൻ സ്പെസിഫൈഡ് അല്ലെങ്കിലാണത് യൂണിഫോം സ്പീഡ് ആവുന്നത്. കാരണം അവിടെ ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യുന്നത്. ഇനി യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഈക്വൽ ടൈം ഇന്റർവെല്ലിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് എക്സാമിന് നമ്മൾ എപ്പോഴും വന്ന് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇക്വേഷൻ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, ആവറേജ് സ്പീഡിനെ കുറിച്ച് നമുക്ക് നോക്കാം, അതായത് ശരാശരി വേഗത. സോ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. സോ ഒരു വെഹിക്കിളിന്റെ കേസ് ആണെങ്കിൽ ആദ്യത്തെ ഡിസ്റ്റൻസ് എത്രയാണ്, തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഡിസ്റ്റൻസിന് മാറ്റം ഉണ്ടാവാം. സോ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആദ്യ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടൈം,
പ്ലസ് രണ്ടാമത്തെ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടൈം, ആ രണ്ട് ടൈമും കൂടി ആഡ് ചെയ്യുക. സോ വാട്ട് വിൽ വി ഗെറ്റ്? ഓൺ ഡിവൈഡിങ് ഇറ്റ് യു വിൽ ഗെറ്റ് ആവറേജ് സ്പീഡ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസും ടോട്ടൽ ടൈമും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഡിസ്റ്റൻസ് നമ്മൾ x1 x2 എന്നെടുക്കുന്നു, ടൈമിന് നമ്മൾ t1 t2, രണ്ട് ടൈമിന് t1 t2 എന്ന് എടുക്കുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി x1 plus x2. ടൈം t1 ഉം t2 ആണെങ്കിൽ t1 plus t2 അല്ലേ? അപ്പൊ നമുക്ക് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി x1 plus x2 divided by t1 plus t2. എപ്പോഴാണ്? ഫസ്റ്റ് ഡിസ്റ്റൻസ് x1 ഉം രണ്ടാമത് കവർ ചെയ്ത ഡിസ്റ്റൻസ് x2 ആയിരിക്കും. അതുപോലെ x1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ടൈമാണ് t1. അതിനുശേഷം x2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ടൈമാണ് t2. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ഇതായിരിക്കും. ക്ലിയർ ആണല്ലോ? നൗ കമ്മിങ് ടു ആവറേജ് വെലോസിറ്റി, അതായത് ശരാശരി പ്രവേഗം. നമ്മൾ പറഞ്ഞു വെലോസിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. സ്പീഡിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. സോ ഇനി കാണാൻ പോകുന്ന ആവറേജ് വെലോസിറ്റി ആണ് അല്ലേ? അപ്പൊ എന്തായാലും അവിടെ ഇൻവോൾവ് ആവുന്നത് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റും ടോട്ടൽ ടൈമും ആയിരിക്കും. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഡിസ്പ്ലേസ്മെന്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ടൈം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. സോ ഓൺ ഡിവൈഡിങ് യു വിൽ ഗെറ്റ് ആവറേജ് വെലോസിറ്റി. ക്ലിയർ ആണല്ലോ? സോ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാമിന് വരും. അതുകൊണ്ട് പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. മക്കളെ, നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്താലോ? നിങ്ങൾക്ക് എപ്പോഴും ബുദ്ധിമുട്ട് പ്രോബ്ലംസ് ആണ് അല്ലേ? തിയറിയേക്കാൾ കൂടുതൽ മാർക്ക് പോകുന്നത് പ്രോബ്ലംസിലാണ്. സോ ലെറ്റ് സോൾവ് എ പ്രോബ്ലം ഹിയർ. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. The figure given below shows the motion of a school bus starting from a point O. O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് ഈ ഒരു സ്കൂൾ ബസ് അതിന്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ സ്കൂൾ ബസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, റെക്റ്റിലിയർ മോഷൻ ആണ്. ഇനി ഒരു ഫിഗർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 സെക്കൻഡ് കഴിയുമ്പോൾ, ബസ് സ്റ്റാർട്ട് ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ 10 meters ആണ് ട്രാവൽ ചെയ്തേക്കുന്നത് അല്ലേ? എഗെയിൻ വീണ്ടും ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ, അതായത് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ 20 meters ആയി. അറ്റ് 6 സെക്കൻഡ് ബസ് നിൽക്കുന്നത് 30 metersലാണ്. അപ്പൊ നോക്കിയാൽ കാണാം ഓരോ 2 സെക്കൻഡ് കഴിയുമ്പോഴും ഇവിടെ 10 meters ആണ് ഈ ഒരു ബസ് കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്നത്. അത് ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ടൈം ഇന്റർവെല്ലാണ് ഈ സ്കൂൾ ബസ് കവർ ചെയ്തേക്കുന്നത്. സോ എന്ത് മോഷൻ ആണെന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാലോ? ഏതാണ്? യെസ്, ഇതൊരു യൂണിഫോം മോഷൻ ആണ് അല്ലെ? ഈക്വൽ ഡിസ്റ്റൻസസ് ആർ കവേർഡ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിഫോം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈം 2 സെക്കൻഡും ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്ററും ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ വരുന്ന എപ്പോഴാണ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ അല്ലെ? അതായത് x2 മൈനസ് x1, അതായത് സെക്കൻഡ് പൊസിഷൻ മൈനസ് ഫസ്റ്റ് പൊസിഷൻ. അപ്പൊ 10 മൈനസ് 0. അങ്ങനെയാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 10 മീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ആ ഒരു സ്കൂൾ ബസിന്റെ വെലോസിറ്റി എന്താണ്? എങ്ങനെയാണ് നമ്മൾ വെലോസിറ്റി എടുക്കുന്നത്? ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. യെസ്, വെലോസിറ്റി എന്ന് പറയുന്നത് is equal to displacement by time. എല്ലാവർക്കും അത് ക്ലിയർ ആണ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വെലോസിറ്റിയുടെ ആൻസർ കിട്ടുന്നത്. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അറിയാം 10 മീറ്റർ ആണ്, ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക അല്ലെ? അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 10/2. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 5 മീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. 5 മീറ്റർ പെർ സെക്കൻഡ്. ഫസ്റ്റ് ആൻസർ കിട്ടിയല്ലോ? ക്ലിയർ ആണ് അല്ലേ? നൗ മൂവിങ് ടു ദ സെക്കൻഡ് വൺ. സെക്കൻഡ് കേസിൽ നമുക്ക് തന്നേക്കുന്നത് ടൈമും അതുപോലെ വെലോസിറ്റിയും ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കും? just cross multiply the equation. So you will get the equation as displacement is equal to velocity into time. അല്ലേ? velocity and time നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് വെലോസിറ്റി 5 ഉണ്ട്. 5 into
10 seconds. So what will be the answer? You will get it as 50 meters. Clear ആണോ? ഇതാണ് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ്. അടുത്തൊരു സബ് ക്വസ്റ്റ്യൻ, അതേ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഈസ് ദ മോഷൻ ഓഫ് ദ ബസ് യൂണിഫോം ഓർ നോൺ യൂണിഫോം? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഏത് മോഷനാണെന്ന് എഴുതാൻ വേണം, എന്തുകൊണ്ടാണ്, അതിന്റെ കാരണവും നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈക്വൽ ഡിസ്റ്റൻസസ് ആർ കവേർഡ് ഇൻ ഈക്വൽ ടൈം ഇന്റർവെൽ അല്ലെ. അപ്പൊ യൂണിഫോം വെലോസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു സ്കൂൾ ബസ് എന്ന് പറയുന്നത് യൂണിഫോം മോഷനിലാണ് അല്ലെ. സോ അതാണ് ആൻസർ വരുന്നത്. ഇനി നമ്മൾ കാണേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. നമുക്ക് തന്നിട്ടുള്ള സ്കൂൾ ബസിന്റെ ടൈമും ഡിസ്പ്ലേസ്മെന്റും വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ ഇത് എങ്ങനെയാ വരക്കുന്നതെന്ന്. ഓൾറെഡി മിസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കാണാം അല്ലെ. ഇവിടെ നമുക്ക് ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് കൊടുത്തേക്കുന്നത്. ടൈം ആണ് ഈ ടി എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡിലാണെന്ന് നമുക്കറിയാം. അതുപോലെ വൈ ആക്സിസിൽ നമ്മൾ കാണിച്ചേക്കുന്നത് എന്താണ്, പൊസിഷൻ ആണ്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ്, കാരണം നമുക്ക് ആ സ്കൂൾ ബസ്സിന് ഡിസ്പ്ലേസ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അതാണ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓർ പൊസിഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. പൊസിഷൻ എന്ന് പറയുന്നത് എന്തിലാണ് ഓടിക്കുന്നത്, മീറ്റേഴ്സിലാണ്. ശരിയല്ലേ? സോ ഇവിടെ നമ്മൾ രണ്ട് ആക്സിസിലും വാല്യൂസ് കൊടുത്തു. നമുക്കറിയാം ബസ് 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ നമുക്ക് ടൈം ഇന്റർവൽ കൊടുത്തേക്കുന്നത് 2 സെക്കൻഡ് വീതമാണ്. അപ്പൊ 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്, അങ്ങനെ നമ്മൾ 14 സെക്കൻഡ് വരെ വരച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് പൊസിഷൻ എന്ന് പറയുന്നത് എത്ര വെച്ചിട്ടാണ് തന്നേക്കുന്നത്, 10 മീറ്റേഴ്സ് വെച്ച് നമ്മൾ കൊടുത്തേക്കുന്നത്. 10, 20 മീറ്റർ, 30 മീറ്റർ, അങ്ങനെ 80 മീറ്റേഴ്സ് വരെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? ഇവിടെ 0 എന്ന് പറയുമ്പോൾ O എന്ന് പറഞ്ഞ പോയിന്റില് ഡിസ്പ്ലേസ്മെന്റ് 0, ടൈമും 0. അത് കഴിഞ്ഞിട്ടുള്ള എ എന്ന് പറഞ്ഞ പോയിന്റില് ഡിസ്പ്ലേസ്മെന്റ് 10, then time is 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെ മാർക്ക് ചെയ്യണം അല്ലെ. ടൈം 2 വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 10 ആണ്. സോ ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു പോയിന്റ് ഇതാണ്. അടുത്തത് ടൈം 4 സെക്കൻഡ് വരുമ്പോൾ 20 മീറ്റേഴ്സ് ആണ് കവർ ചെയ്തത്. ദിസ് ഇസ് സെക്കൻഡ് പോയിന്റ്. അടുത്തത് ടൈം 6 സെക്കൻഡ് വരുമ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30. അടുത്തത് 8 സെക്കൻഡ് വരുമ്പോൾ 40. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് മാർക്ക് ചെയ്യുക. ഇനി ഈ ഡോട്ടഡ് ലൈൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഡോട്ടഡ് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. നമുക്ക് ഇങ്ങനെ ഒരു യൂണിഫോം മോഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, നമ്മൾ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈൻസ് കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിലേക്കും വൈ ആക്സിസിലേക്കും ഈ ഒരു ലൈൻസ് കാണിക്കുന്നത് നിർബന്ധമില്ല. നമ്മൾ ഫസ്റ്റ് ഗ്രാഫ് ആയതുകൊണ്ടാണ് നിങ്ങളത് കാണിച്ചു തന്നത്. ഇനിയിപ്പോൾ നിങ്ങളത് ക്ലിയർ ആയി കഴിയുമ്പോൾ, എക്സ്പേർട്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ലൈൻ മാത്രം എക്സാമിന് കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നത്. ഇതിൽ നോക്കുവാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുക്കുക, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് പോയിന്റ് ബി എടുക്കുന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 20 ആണ്, ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെലോസിറ്റി കിട്ടും 5 എന്ന്. അതുപോലെ ഏത് ചെയ്യുമ്പോഴും ഇപ്പോൾ 30/6 അല്ലെങ്കിൽ 40/8 എല്ലാം ചെയ്യുമ്പോൾ വെലോസിറ്റി എന്താ കിട്ടുന്നത്, 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടുന്നത് അല്ലേ. സോ വി ക്യാൻ സേ ദ സ്കൂൾ ബസ് ഇസ് ഇൻ യൂണിഫോം മോഷൻ. ക്ലിയർ ആണല്ലോ? കാരണം യൂണിഫോം വെലോസിറ്റി ആണ്. ഓക്കെ, കാരണം ഡിസ്പ്ലേസ്മെന്റും ടൈമും ആയതുകൊണ്ട് വെലോസിറ്റി എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. ക്ലിയർ അല്ലേ ഈ ആൻസർ? ഒരു സബ് ക്വസ്റ്റ്യൻ കൂടി ഇവിടെ ഉണ്ട്, 4th വൺ, അതായത് ഡി ആയിട്ട് കൊടുത്തേക്കുന്നത്. A student in the school bus notices the speedometer of the bus. Which type of speed is shown by the speedometer? നിങ്ങൾ വെഹിക്കിൾസിന്റെ എല്ലാം സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് സ്പീഡോമീറ്റർ കാണാം. എന്താണ് സ്പീഡോമീറ്റർ മെഷർ ചെയ്യുന്നത്? നമ്മൾ പറയും സ്പീഡാ മെഷർ ചെയ്യുന്നത് അല്ലെ. ഇനി നമ്മൾ എന്ത് സ്പീഡാ മെഷർ ചെയ്യുന്നത് കൃത്യമായിട്ടൊന്ന് പറയാവോ? എങ്ങനെയായിരിക്കും? എല്ലാ സമയത്തും ഒരു വെഹിക്കിളിന്റെ സ്പീഡ് സെയിം ആയിരിക്കുമോ? അല്ല. അതുകൊണ്ട് തന്നെ സ്പീഡോമീറ്റർ നമ്മൾ മെഷർ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എന്താണ് ആ വെഹിക്കിളിന്റെ സ്പീഡ് എന്നാണ്. ഓരോ സെക്കൻഡിൽ ചിലപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. ചില സമയത്ത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിൽ വരെ ഒരേ സ്പീഡ് ആയിരിക്കാം, ചിലപ്പോൾ അത് മാറാം. നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു ഓടിക്കുന്ന ആളുടെ ആ ഒരു സമയത്ത് ഒരു ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്പീഡോമീറ്റർ ശരിക്കും മെഷർ ചെയ്യുന്നത്
എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ സ്പീഡ് ആയതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് സ്പീഡ് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയാം. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡ്സിൽ പഠിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? സ്പീഡോമീറ്റർ എപ്പോഴും മെഷർ ചെയ്യാൻ സഹായിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ്. ക്ലിയർ ആണോ? ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, അതായത് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള സ്പീഡ് കഴിഞ്ഞു പോയതോ വരാനിരിക്കുന്നതോ ഒന്നുമല്ല. ഈ നിമിഷം ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്താണ് ആ ഒരു വെഹിക്കിളിന്റെ സ്പീഡ്, അതാണ് സ്പീഡോമീറ്റർ വഴി നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ഇനി നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള 2 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. നോക്കാം. ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു കാറാന്ന് വിചാരിക്കുക. സപ്പോസ് എ കാർ സ്റ്റാർട്ട്സ് ട്രാവലിംഗ് ഫ്രം എ പോയിന്റ് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ആ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു വെഹിക്കിളിന്റെ വെലോസിറ്റി ആണ് v1 എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു വെലോസിറ്റി അല്ലെങ്കിൽ ഈ ഒരു ദൂരം കവർ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമിനെ നമുക്ക് എന്ത് പറയാം? ടി എന്ന് പറയാം. നമ്മൾ ടി ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് ഇനി ആ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഫൈനൽ പോയിന്റ് ആയ സിയിലേക്ക് ഈ ഒരു വെഹിക്കിൾ എത്തുമ്പോൾ സെയിം ടൈം ഇന്റർവൽ തന്നെയാണ്, പക്ഷേ വെലോസിറ്റിക്ക് ചേഞ്ച് വന്നു. വെലോസിറ്റി ചേഞ്ചസ് ടു v2. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഇവിടെ ടൈം ഇസ് സെയിം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ടൈം ആവറേജ് എടുക്കാം. നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട സമയത്ത് ഇഫ് ദ ടൈം ഇന്റർവൽ സെയിം ആണെങ്കിൽ, ഇഫ് ദ ടൈം ഇന്റർവൽ ഇസ് സെയിം, വെലോസിറ്റിക്ക് മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ഒരേ ദൂരം തന്നെ വ്യത്യസ്തമായ വെലോസിറ്റിയിലാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ വെലോസിറ്റികളുടെ ആവറേജ് എടുത്താൽ മതി. ആവറേജ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? 2 നമ്പറിന്റെ ആവറേജ് എടുക്കാൻ വേണ്ടി സം ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 2. അപ്പൊ ഇവിടെ v1 ഉണ്ട് v2 ഉണ്ട്, 2 വെലോസിറ്റീസ്. അപ്പൊ എങ്ങനെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞേ? ഇഫ് ദ ടൈം ആവറേജ് ഇസ് ടേക്കൺ, യെസ്, കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? v1 പ്ലസ് v2 ഡിവൈഡഡ് ബൈ 2. എപ്പോഴാണ് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്? ടൈം ഇന്റർവൽ സെയിം ആണെങ്കിൽ. ആ വെലോസിറ്റീസ് രണ്ടും മാറിയെങ്കിൽ പോലും ഒരേ ടൈമിൽ തന്നെയാണ് ഈ 2 വെലോസിറ്റീസും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവർ ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇഫ് ദ ടൈം ആവറേജ് ഇസ് ടേക്കൺ, ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് v1 പ്ലസ് v2 ബൈ 2. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ആവശ്യം വരും, ഓർത്ത് വയ്ക്കുക. ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. ആ ഒരു ഇക്വേഷനിലേക്ക് എത്താൻ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് അതേ ഒരു ഒബ്ജക്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എ ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ വെലോസിറ്റി v1 ആണ്. ഇനി മനസ്സിലാക്കേണ്ടത് ആ ഒരു വെലോസിറ്റി, അത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് എത്താനായിട്ട് എടുത്ത ദൂരം, ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ എത്രയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്? ഡിസ്റ്റൻസ് എക്സ്. മനസ്സിലായോ? എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എക്സ് ആണ്. അതുപോലെ ബിയിൽ നിന്ന് തിരിച്ചത് സി അവസാന പോയിന്റിലേക്ക് എത്തുമ്പോഴും എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് കവർ ചെയ്തേക്കുന്നത് സെയിം ആണ്. പക്ഷേ വെലോസിറ്റിക്ക് മാറ്റം വന്നു. വെലോസിറ്റി മാറി, പക്ഷെ ഒരേ ദൂരമാണ് ആ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്ത്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരവും സെയിം ആണ്. നമ്മൾ ആദ്യം കണ്ട ഇക്വേഷനിൽ എന്തായിരുന്നു സെയിം? ടൈം ആയിരുന്നു സെയിം. അപ്പൊ നമ്മൾ ആവറേജ് എടുത്തു. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് ആണ് എന്താ സെയിം ആയിട്ട് വന്നിരിക്കുന്നത്. സോ മനസ്സിലാക്കേണ്ടത് ഇഫ് ദ ഡിസ്റ്റൻസ് ഇസ് സെയിം, ടു ഫൈൻഡ് ആവറേജ് വെലോസിറ്റി നമ്മൾ എടുക്കേണ്ട ഫോർമുല ഇങ്ങനെയാണ്: 2v1 v2 2 into v1 into v2 divided by v1 plus v2. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? 2 into v1 into v2 divided by v1 plus v2. ഇതാണ് ഡിസ്റ്റൻസ് സെയിം ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ അല്ലേ? നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ കാർ ട്രാവൽസ് ഫ്രം എ പോയിന്റ് എ ടു ബി അറ്റ് 60 km/h. അപ്പൊ ആദ്യത്തെ തന്നിരിക്കുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ 60 km/h ആണ്. ഇനി തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് വന്നിരിക്കുന്ന എത്രയിലാണ്? അറ്റ് 90 km/h അല്ലെ? അപ്പൊ നമുക്കൊരു വെഹിക്കിൾ ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എ ആണ്. എയിൽ നിന്നും ബിയിലേക്ക് എത്താൻ അതിന്റെ ഫസ്റ്റ് എടുത്ത സ്പീഡ് 60 km/h ആയിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട്, ഇതിപ്പോ പോകാനെടുത്ത
സ്പീഡാണ് അല്ലെ. തിരിച്ചു വരാനായിട്ട് എന്ത് സംഭവിച്ചു? 90 km/h തിരിച്ച് ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയത്. അപ്പൊ ഓർത്തോ, ആ വെഹിക്കിൾ ഇപ്പൊ എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിൽ പോയി തിരിച്ച് എവിടെ തന്നെ എത്തി? എയിൽ തിരിച്ചെത്തി അല്ലെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആവറേജ് സ്പീഡാണ്. അതിനുശേഷം ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കും? ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം അല്ലെ. മൊത്തം എത്ര ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തു, ഇനി അത് ട്രാവൽ ചെയ്യാനെടുത്ത സമയം എത്ര. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടതാണ് അല്ലെ. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി അല്ല, തിരിച്ചു വരുമ്പോൾ വെലോസിറ്റിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? യെസ്, നമ്മൾ എടുക്കേണ്ട ഫോർമുല എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2v1 v2 divided by v1 plus v2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാ? v1 60 ആണ്, v2 90 ആണ് അല്ലെ. സോ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. ഓൺ ഇക്വേറ്റിംഗ് യു വിൽ ഗെറ്റ് 2 into 60 into 90 divided by 60 plus 90. ഇത് ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 72 km/h. ഓക്കെ, ഫൈനൽ ആൻസർ, ആവറേജ് സ്പീഡിന്റെ ഫൈനൽ ആൻസർ എത്രയായിരിക്കും? 72 km/h. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആവറേജ് വെലോസിറ്റി ആണ്. ആവറേജ് വെലോസിറ്റിക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ദ ടൈം ഇന്റർവൽ. ഞാൻ പറഞ്ഞു തുടങ്ങിയ പോയിന്റ് എ ആണ് അല്ലെ. അപ്പൊ 60 കിലോമീറ്ററിൽ സഞ്ചരിച്ചു, തിരിച്ച് 90 km/h സ്പീഡിൽ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? തുടങ്ങിയ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ തിരിച്ചെത്തിയാൽ, അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി 0 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 0 by time. 0 by time. ടൈം ഇന്റർവൽ ഇവിടെ നോക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ആവറേജ് സ്പീഡ് 72 km/h ആൻഡ് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ഈ ഒരു പ്രോബ്ലം ക്ലിയർ ആയോ? സോ ഈ ഒരു ടൈപ്പിലെ പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് അഥവാ തൽക്ഷണ വേഗത. നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, ഒരു സ്പീഡോമീറ്ററിൽ, അതായത് ഒരു വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പീഡോമീറ്ററിൽ കാണിക്കുന്നത് എന്ത് സ്പീഡാണ്? ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആ വെഹിക്കിളിന്റെ സ്പീഡാണ് അല്ലെ. അതല്ലേ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് മിസ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും അതിന്റെ ഡെഫിനിഷൻ. ഇൻസ്റ്റന്റേനിയസ് സ്പീഡിന്റെ മലയാളം വാക്കാണ് തൽക്ഷണ വേഗത. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്താണ് സ്പീഡ്. ഓക്കെ, അതായത് കഴിഞ്ഞു പോയതോ ഇനി വരാനിരിക്കുന്നതോ ഒന്നുമല്ല, ഈ ഒരു നിമിഷം, ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്താണ് ആ വസ്തുവിന്റെ സ്പീഡ്, അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? The speed of a body at any instant of time is called instantaneous speed. ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള സ്പീഡാണ്. അതിനെ നമുക്ക് മറ്റു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് ദ ആവറേജ് സ്പീഡ് ഡ്യൂറിങ് ആൻ ഇൻഫിനിറ്റ്സിമലി സ്മോൾ ടൈം ഇന്റർവൽ. ഒരു ചെറിയ ടൈം ഇന്റർവെലിൽ അവിടെ വന്ന ആവറേജ് സ്പീഡ്. അതായത് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡ്യൂറിങ് എ സ്മോൾ ടൈം ഇന്റർവെൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? v എന്ന് പറഞ്ഞാൽ v is equal to dx by dt എന്ന് പറയാം. അതായത് dt എന്നതിനെ റെപ്രസെന്റ് ചെയ്യും, സ്മോൾ ടൈം ഇന്റർവെലിനെ റെപ്രസെന്റ് ചെയ്യും. dx എന്ന് പറയുന്നത് എന്താണ്? x നമുക്കറിയാം പൊസിഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ആണ്. സോ dx എന്ന് പറയുന്നത് എന്താണ്? എ സ്മോൾ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഡിസ്റ്റൻസിലുണ്ടായ ഒരു ചെറിയ മാറ്റം. സോ ആവറേജ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് എടുക്കാം അതിന്റെ ഇക്വേഷൻ? v is equal to dx by dt. അതായത് ഇറ്റ് ഈസ് ആക്ച്വലി d by dt of x എന്ന് പറയാം. അതായത് x എന്ന് പറഞ്ഞാൽ എന്താണ്? x is actually the position or the distance. അപ്പോ ആ ഒരു ചെറിയ ടൈം ഇന്റർവെൽ കൊണ്ട് പൊസിഷനിൽ എന്ത് മാറ്റം വന്നു, അതാണ് dx by dt. സോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വിളിക്കാനുള്ള ഫോർമുല എന്താണ്? v is equal to dx by dt. ക്ലിയർ അല്ലേ?
മൂവിങ് ടു എ സിമിലർ ടേം. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞത് പോലെ തന്നെ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും കണ്ടുപിടിക്കാം. തൽക്ഷണ പ്രവേഗം. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് പറയുമ്പോൾ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആണ് പറയുന്നത്. പക്ഷേ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിങ് എ സ്മോൾ ടൈം ഇന്റർവൽ. ഒരു ചെറിയ ടൈം ഇന്റർവൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ് പറയുന്നത്. It is the average velocity during an infinitesimally small time interval. ഒരു ചെറിയ ടൈം ഇന്റർവെല്ലിൽ എന്താണ് ആ വെഹിക്കിളിന്റെയോ ആ വസ്തുവിന്റെയോ ആവറേജ് വെലോസിറ്റി, അതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v will be equal to dx vector by dt. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കണ്ടപ്പോൾ dx by dt എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയപ്പോൾ നമ്മൾ dx വെക്ടർ ബൈ dt എന്ന് പറഞ്ഞു. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ രണ്ടും തമ്മിൽ. എന്താണ് വ്യത്യാസം? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ല ഇൻവോൾവ് ആയിരിക്കുന്നത്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ നമ്മൾ നോക്കണം അല്ലെ. ഡയറക്ഷൻ ഇസ് ഇമ്പോർട്ടന്റ്. ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ ഒരു വെക്ടർ വെച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും സെയിം ആയിരിക്കാം. കാരണം എന്താ? ആ സമയത്ത് ഡിസ്പ്ലേസ്മെന്റിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാണ് എങ്കിൽ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് തന്നെ ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെയും വാല്യൂ. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിറ്റും എല്ലാം ഈക്വൽ ആയിരിക്കും. സോ ഇൻസ്റ്റന്റേനിയസ് സ്പീഡും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും നമ്മൾ വ്യത്യാസം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ഡ്യൂറിങ് എ സ്മോൾ ടൈം ഇന്റർവെൽ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിങ് എ വെരി ഇൻഫിനിറ്റ്സിമലി സ്മോൾ ടൈം ഇന്റർവെൽ. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടൈപ്പിലെ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. The position of an object moving along x-axis is given by x is equal to a plus b t square. Position of an object ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ x ആണ് തന്നിരിക്കുന്നത്. Where a is 8.5 meter, b is 2.5 meter per second square and t is measured in second. What is the velocity at t is equal to 0 and t is equal to 2 second? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ്? ആവറേജ് വെലോസിറ്റി ആണ്. എപ്പോഴാണ് നമ്മൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്? ബിറ്റ്വീൻ ദ ടൈം ഇന്റർവെൽ 2 സെക്കൻഡ് ആൻഡ് ടൈം ഇസ് ഈക്വൽ ടു 4 സെക്കൻഡ്. ഈ ഒരു ടൈം ഇന്റർവെല്ലില് എന്താണ് അവിടെ വന്നിട്ടുള്ള ആവറേജ് വെലോസിറ്റി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്കറിയാം ആവറേജ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആദ്യമേ നമ്മൾ ഈ പൊസിഷന്റെ ഇക്വേഷനിലേക്ക് എന്ത് ഇട്ട് കൊടുക്കുക? ടൈം, രണ്ട് വ്യത്യസ്ത ടൈം ഉണ്ട്, 2 സെക്കൻഡിലും 4 സെക്കൻഡിലും അല്ലെ. സോ നമ്മൾ ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് displacement. So the position x is equal to a plus b t square. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? പൊസിഷൻ അറ്റ് ടൈം 2 സെക്കൻഡ് അല്ലേ. സോ ടൈം 2 സെക്കൻഡ് ആയപ്പോഴുള്ള പൊസിഷൻ ഓഫ് ദി ഒബ്ജെക്ട്, അതിന് നമുക്ക് x1 എന്ന് എടുക്കാം. ഓക്കെ, ടൈം 2 സെക്കൻഡ് വരുമ്പോഴുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷനെ നമ്മൾ x1 ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്ത് ചെയ്താൽ മതി കണ്ടുപിടിക്കാനായിട്ട്? a പ്ലസ് ബി ടി സ്ക്വയർ എന്ന ഇക്വേഷനിലേക്ക് ടിയുടെ സ്ഥാനത്ത് എന്ത് ഇക്വേറ്റ് ചെയ്യുക? 2 എന്ന് ഇക്വേറ്റ് ചെയ്യുക. വെരി ഈസി. അതുപോലെ എയും ബിയുടെ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. a എന്ന് പറഞ്ഞത് 8.5 ആണ്, b is equal to 2.5. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 8.5 പ്ലസ് 2.5 ഇൻറ്റു 2 സ്ക്വയർ അല്ലേ, അതായത് 4. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പ്ലസ് ചെയ്യുക, അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8.5. You will get it as 8.5 plus 2.5 into 4, that is equal to 10. So you will get it as 18.5 meter. അതായത് ടൈം 2 സെക്കൻഡ് വരുമ്പോഴുള്ള ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 18.5 മീറ്ററിലാണ്. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ടൈം 4 സെക്കൻഡിലുള്ള പൊസിഷൻ കണ്ടുപിടിക്കണം. സോ നമുക്ക് എഗെയിൻ അപ്ലൈ ചെയ്യാം. When time is equal to 4 second,
വാട്ട് വിൽ ബി ദ പൊസിഷൻ? നമുക്ക് അതിനെ x2 എന്ന് എടുക്കാം. x2 വിൽ ബി a പ്ലസ് 8.5 പ്ലസ് b ഇൻറ്റു 2.5 ഇൻറ്റു 4 സ്ക്വയർ. ഇക്വേറ്റ് ചെയ്യണം അല്ലേ? സോ ഇവിടെ നമ്മൾ 4 സ്ക്വയർ 16 ആക്കുക. 16 ഇൻറ്റു 2.5 എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലസ് 8.5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 48.5 മീറ്റേഴ്സ് എന്നാണ്. സോ നമുക്ക് രണ്ട് വ്യത്യസ്തമായ പൊസിഷൻസും കിട്ടി. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ആവറേജ് വെലോസിറ്റി. നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ V average. Average velocity is equal to change in displacement by change in time. അല്ലേ? സോ അതിന് നമുക്ക് എങ്ങനെ എടുക്കാം? ഈ ഒരു കേസിൽ x2 മൈനസ് x1 അതാണ് ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്താണ് ചേഞ്ച് ഇൻ ടൈം? t2 മൈനസ് t1, അതായത് ഫൈനൽ ടൈം മൈനസ് ഇനീഷ്യൽ ടൈം, അതായത് t2 മൈനസ് t1. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 48.5 മൈനസ് 18.5 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 അല്ലേ? സോ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും ഡിവൈഡ് ബൈ 2. സോ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് ഹൗ വി ഡു ദ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദ പൊസിഷൻ. രണ്ട് വ്യത്യസ്തമായ പൊസിഷൻസ് ഉള്ള സമയത്ത് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു വ്യത്യസ്തമായ മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം ഇസ് ഗിവൺ ബൈ x is equal to 3t square plus 2t plus 4. നമുക്ക് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ആണ് ഇവിടെ മീറ്ററിൽ തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്? 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ ആണ്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ വെൻ ടൈം ഇസ് ഈക്വൽ ടു 0, എന്താണ് ഇനീഷ്യൽ പൊസിഷൻ? എക്സ് എന്താണ്? സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടൈമിന് 0 എന്ന് കൊടുത്തു. അപ്പൊ എക്സ് 0 എന്തായിരിക്കും? എക്സ് 0 എന്ന് ഉദ്ദേശിക്കുന്നത് 0 പൊസിഷനിലുള്ള അതിന്റെ 0 എന്ന് പറയുന്ന ടൈമിലുള്ള ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനാണ്. അതിനെയാണ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷനിൽ ടിയുടെ സ്ഥാനത്ത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 0 പ്ലസ് 4. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 4 മീറ്റർ എന്ന് കിട്ടും. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? 4 മീറ്റർ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ടൈം 2 സെക്കൻഡ്. ടൈം 2 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി എന്താണ്? വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? വെലോസിറ്റി v is equal to dx vector by dt. അതായത് നമുക്ക് തന്നേക്കുന്ന എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ നമുക്ക് ചെയ്യാമത് which is equal to d by dt of നമുക്ക് തന്നേക്കുന്ന ഇക്വേഷൻ എന്താണ്? 3t square plus 2t plus 4. ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഓരോ ടേമിനും ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാലോ അല്ലെ? ഓൾറെഡി നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓരോന്നിനും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 3 ഇൻറ്റു 2t എന്ന. ബിക്കോസ് ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്താണ്? 2t ആണ്. പ്ലസ് രണ്ടാമത്തത് 2t ഡെറിവേറ്റീവ് എന്തായിരിക്കും? അത് നമുക്കറിയാം t ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1. ഡെറിവേറ്റീവ് ഓഫ് x 1 ആണ്. അപ്പൊ t ഡെറിവേറ്റീവ് 1 അല്ലേ? സോ 2 എന്ന് പറയുന്നത് മാത്രം വരും. 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. തേർഡ് വൺ d ബൈ dt ഓഫ് 4. ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ അത് എടുക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഫൈനലി വരാൻ പോകുന്നത് വെലോസിറ്റിയുടെ ഇക്വേഷൻ വരാൻ പോകുന്നത് 6t plus 2 എന്നാണ്. v is equal to 6t plus 4. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ടൈം 2 സെക്കൻഡ് വരുമ്പോഴുള്ള വെലോസിറ്റി ആണ്. So we have to find velocity at time t is equal to 2 seconds. So when time t is equal to 2 seconds, time 2 seconds ആണ് എങ്കിൽ velocity എന്താണ്? നമുക്ക് കണ്ടുപിടിക്കാം. velocity at time 2 seconds v is equal to എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഇക്വേഷനിൽ ടിയുടെ സ്ഥാനത്ത് 2 എന്ന് ഇക്വേറ്റ് ചെയ്യുക. So you will get it as 6 ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു 2 പ്ലസ് 2
But 12 plus 2, you will get the answer as 14 meter per second. Velocity unit meter per second ആണ്. ക്ലിയർ അല്ലേ? ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെയുണ്ട്. ഫൈൻഡ് ദ ഇനീഷ്യൽ വെലോസിറ്റി. അതായത് ആ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അപ്പൊ ടൈം എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? സോ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ടൈം ഇസ് ടേക്കൺ ആസ് 0. ഓക്കെ, അപ്പോൾ എന്താണ് ഇനീഷ്യൽ വെലോസിറ്റി? ആ ഒരു സമയത്തുള്ള ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് 6t + 2 എന്നാണ് വെലോസിറ്റി ഇക്വേഷൻ. അവിടെ ടിയുടെ സ്ഥാനത്ത് എന്താ അപ്ലൈ ചെയ്യുക? 0 അപ്ലൈ ചെയ്യുക. സോ എന്ത് ചെയ്താൽ മതി? 6t + 2 എന്നാണ് നമുക്ക് ഇക്വേഷൻ വന്നേക്കുന്നത്. 6t + 2 അതാണ് dv/dt എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടൈം നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. സോ 6 × 0 + 2. സോ ഇനീഷ്യൽ വെലോസിറ്റി അതായത് v0, ടൈം 0 വരുന്ന സമയത്തുള്ള ഇനീഷ്യൽ വെലോസിറ്റി ആണ് 2 m/s. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വെലോസിറ്റി കിട്ടും. അതിനനുസരിച്ച് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ.